ഹായ് 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 നമ്മുടെ 4ാം ക്ലാസ്സിൽ നാളെ മാത്സിൻ്റെ എക്സാം ആണല്ലേ. ഈ മാത്സിൻ്റെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന എക്സാമിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങൾക്ക് പറഞ്ഞു തരാനാണ് മാഷ് വന്നത്. അപ്പോൾ നാളത്തെ ചോദ്യപേപ്പർ നിങ്ങൾ തുറന്നു നോക്കുമ്പോൾ അതിൽ ഈ ചോദ്യങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും എക്സാമിന് മുമ്പ് ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോകണം. ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 ഡിജിറ്റ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും കൂട്ടാൻ അറിയാലേ. അപ്പോൾ 4 ഡിജിറ്റ് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നാളത്തെ എക്സാമിനുണ്ട്. നിർബന്ധമായിട്ട് അത് പഠിച്ചിട്ട് പോകണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട അടുത്ത കാര്യം ടൈം, സമയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കണം. ക്ലോക്ക് വരയ്ക്കാനും ക്ലോക്കിൽ സമയം രേഖപ്പെടുത്താനും ക്ലോക്ക് തന്നു കഴിഞ്ഞാൽ അതിലുള്ള സമയം എത്രയാണെന്ന് രേഖപ്പെടുത്താനും എത്രയാണെന്ന് നോക്കി പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ എത്ര മണിക്കൂറുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ ഒരാൾ രാവിലെ 10 മണിക്ക് യാത്ര തുടങ്ങി, എന്നിട്ട് ഒരു 6 മണിക്കൂർ യാത്ര ചെയ്തു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ എത്ര മണിക്കായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക? 6 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അയാൾ പോകുന്ന സ്ഥലത്തോട്ട് എത്തി. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കാണ് അയാൾ സ്ഥലത്തോട്ട് എത്തിയത്? അതായത് രാവിലെ 10 മണിക്കാണ് യാത്ര തുടങ്ങിയത്, 6 മണിക്കൂറാണ് യാത്ര ചെയ്തത് അല്ലേ. അപ്പോൾ 10 മണി മുതൽ 6 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര മണിയാവും? അങ്ങനെ പല ചോദ്യങ്ങളും എക്സാമിന് വരും. അപ്പോൾ അങ്ങനെ സമയമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അപ്പോൾ മറക്കണ്ട, ഒരു ക്ലോക്ക് തന്നിട്ട് അതിലുള്ള സമയം എത്രയെന്ന് എഴുതാനും, അല്ലെങ്കിൽ ഒരു സമയം തന്നിട്ട് ആ സമയം ക്ലോക്കിൽ വരച്ചു കൊടുക്കാനും, പിന്നെ അതുപോലെ ഈ സമയം മുതൽ ഈ സമയം വരെ എത്ര മണിക്കൂർ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ നിർബന്ധമായിട്ടും പറയാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ നാളത്തെ എക്സാമിന് വരുന്ന നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്നൊരു ചോദ്യമാണ് കലണ്ടർ. ഒരു കലണ്ടർ തന്നിട്ട് ആ കലണ്ടറിലെ ഡേറ്റ് ഏത് ആഴ്ചയാണ് ഏത് ദിവസമാണെന്ന് നോക്കി പറയാനും, കലണ്ടറിൽ ഒരു നമ്പർ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ, ബാക്കിയുള്ള നമ്പറുകളൊക്കെ പൂരിപ്പിക്കാനും നാളത്തെ എക്സാമിന് ചോദ്യം ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ നാളെ വരുന്ന അടുത്ത ചോദ്യമാണ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. ഇതും ഷുവറായിട്ട് വരുന്ന ചോദ്യമാണ്. അതായത് ചില നമ്പറുകളൊക്കെ തന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. ഒരു ചോദ്യമായിട്ടായിരിക്കും തരിക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആൻസർ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമുക്ക് കഴിയൂല. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടും വേണമല്ലേ. ഇതിന് ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ കൃത്യം വൈകുന്നേരം 7 മണിക്ക് മാഷ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കേട്ടോ. അപ്പം വൈകുന്നേരം 7 മണിക്കുള്ള ലൈവ് ആരും മിസ്സാക്കാതിരിക്കുക. എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് അവിടെ ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാഷ് ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ലൈവ് എന്തായാലും മിസ്സാക്കാതെ കാണാം. പിന്നെ അടുത്ത നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ചെറിയ ചെറിയ നമ്പറുകൾ തമ്മിൽ ഡിവിഷൻ. 2 ഡിജിറ്റ് നമ്പറുകളും 1 ഡിജിറ്റ് നമ്പറും തമ്മിൽ ഡിവിഷൻ. ഈ ചെറിയ രൂപത്തിലുള്ള ഡിവിഷനും നാളത്തെ എക്സാമിനുണ്ട്. അപ്പോൾ ചെറിയ രൂപത്തിലുള്ള ഡിവിഷനും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. അപ്പോൾ ഡിവിഷനും മറക്കാതെ പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ 100% എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഉറപ്പായിട്ടും നാളത്തെ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അറിയുന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. അറിയില്ലെങ്കിൽ ലൈവ് കൃത്യമായിട്ട് കാണുക. ഇനി അറിയെങ്കിലും ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണമല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കൃത്യം 7 മണിക്ക് ലൈവിലോട്ട് വരിക. എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും മാഷി ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ലൈവിൽ കാണാം. എല്ലാവരും ലൈവ് മിസ്സാക്കാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് തന്നിട്ടുണ്ടായിരിക്കും, ജോയിൻ ഫോർ ഫ്രീ നോട്ട്സും പറഞ്ഞിട്ട്. അപ്പോൾ ആ ലിങ്ക് വെച്ചിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈവ് നേഷൻ നോക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടി വർക്ക്ഷീറ്റൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഈ പഠനത്തിൽ ഒരുപാട് സഹായകമായ നോട്ടുകളാട്ടോ അതൊക്കെ. നമുക്ക് എന്തായാലും ഇനി ലൈവിലൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.